പൊതുവിദ്യാഭ്യാസ രംഗത്ത് മാറ്റമുണ്ടായി എന്ന് നേരത്തെ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സ്ഥിതി എന്താ? 2016 ഞങ്ങൾ ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രധാനികളെ വിളിക്കുകയുണ്ടായി. അന്ന് രാജ്യത്തിൻ്റെ പ്രധാന പട്ടികയിൽ നമ്മളില്ല, നമ്മുടെ സ്ഥാപനങ്ങളില്ല. എണ്ണപ്പെടുന്ന ആദ്യത്തെ നിരയിലൊന്നും നമ്മളെ കാണാനില്ല. അതിൽ മാറ്റം വരണമെന്ന് ഗവൺമെൻറ് കണ്ടു. ആ ഘട്ടത്തിൽ നാം പ്രധാനമായും ഊന്നുന്നത് പൊതുവിദ്യാഭ്യാസ രംഗത്തെ ശക്തിപ്പെടുത്താനായിരുന്നു. തുടർഭരണം ലഭിച്ചപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകമായി കേന്ദ്രീകരിക്കാൻ തുടങ്ങി. ആദ്യമേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് യൂണിവേഴ്സിറ്റികൾ അവരുടേതായ തലത്തിൽ കടന്നിരുന്നു. 2021 സർക്കാർ ആവശ്യമായ രീതിയിൽ ഇടപെടലുകൾ നടത്തി. ഇപ്പോൾ കാണാൻ കഴിയുന്ന മാറ്റം പ്രകടമാണ്. നമ്മുടെ രാജ്യത്തെ പൊതു യൂണിവേഴ്സിറ്റികളിൽ ആദ്യത്തെ 12-ൽ 3 കേരളത്തിൻ്റേതാണ്. കേരള യൂണിവേഴ്സിറ്റി 9-ാം സ്ഥാനം, 10-ാം സ്ഥാനത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി, 11-ാം സ്ഥാനത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റി, 43-ാം റാങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. രാജ്യത്തെ ആദ്യത്തെ 100 കോളേജ്, അതിൽ 16 കേരള സംസ്ഥാനത്തിൽ നിന്നുള്ളതാണ്. മാറ്റമാണിതൊക്കെ. വലിയ തോതിലുള്ള മാറ്റം നമ്മുടെ സംസ്ഥാനത്ത് വരുന്നുവെന്നാണ് നാം കാണേണ്ടത്. കേരളത്തിൻ്റെ വ്യാവസായിക രംഗത്തെ പറ്റി ഞാൻ പറഞ്ഞല്ലോ. കെൽട്രോൺ 1000 കോടി വിറ്റുവരവുള്ള അഭിമാനകരമായ നേട്ടത്തിൽ എത്തി നിൽക്കുകയാണ് എന്നത് നാം പ്രത്യേകമായി കാണേണ്ടതാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണത്. നല്ല ഗുണപരമായ വൈദ്യുതി എല്ലാവർക്കും ലഭ്യമാക്കുന്നതിന് അതിൻ്റെ വിതരണ ശൃംഖലയാകെ ശക്തിപ്പെടുത്താനാണ് ട്രാൻസ്ഗ്രിഡ് പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത്. നല്ല രീതിയിൽ വൈദ്യുതി മേഖല ശക്തിപ്പെട്ടു വരുന്നു എന്നത് കാണാൻ നമുക്ക് കഴിയും. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഓരോ മേഖലയും കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നടപടികളാണ് നാം സ്വീകരിച്ചു പോകുന്നത്. കെ-ഫോൺ നല്ല രീതിയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കുള്ള ഡിജിറ്റൽ ഉപഭോഗമാണ് സാധ്യമാക്കുന്നത്. കേരളത്തിൽ IT രംഗം വലിയ കുതിപ്പിലാണിപ്പോൾ. IT വളരെ നേരത്തെ നമ്മൾ തുടങ്ങിയതാണ്. നമ്മുടെ ടെക്നോ പാർക്ക് രാജ്യത്തെ ആദ്യത്തെ പാർക്കാണ്. പക്ഷേ ഇടയ്ക്ക് നമുക്കെന്തോ ഒരു സ്തംഭനാവസ്ഥ വന്നു. 2016 അവസ്ഥയല്ല ഇപ്പോൾ. നല്ല പുരോഗതി. സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു, ജീവനക്കാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു, വലിയ വർധനവ്. ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന തുക വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. ഇനിയും വലിയ തോതിൽ വർധനവാണ് IT മേഖലയിൽ നാം ലക്ഷ്യമിടുന്നത്. നാം അടുത്ത കാലത്താണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൻ്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നായി ആ പോർട്ട് മാറുമെന്നാണ് നാം കാണേണ്ടത്. ആ പോർട്ട് സംസ്ഥാനത്തിലെ വലിയ പോർട്ട് എന്ന നിലയല്ല, രാജ്യത്തിലെ ഏറ്റവും വലിയ പോർട്ടാണ്. ലോകത്തിലെ അപൂർവം വലിയ പോർട്ടുകളിൽ ഒന്നാണ്. ആ പോർട്ട് യാഥാർത്ഥ്യമായത് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടും പങ്കാളിത്തം കൊണ്ടുമാണ് എന്ന് നാം കാണണം. ഇവിടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടന്നാൽ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കരാറുമായി ബന്ധപ്പെട്ട് വലിയ അഭിപ്രായ വ്യത്യാസം പരസ്യമായി പ്രകടിപ്പിച്ചതാണ് നേരത്തെ LDF. ആ അഭിപ്രായം ശരിയായിരുന്നു. ശരിയായ വസ്തുതയാണ് LDF ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ LDFും സർക്കാരും ആലോചിച്ചു, നമ്മൾ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം ശരിയാണ്, അതിൻ്റെ ഭാഗമായി
ഈ ഒപ്പിട്ട കരാറനുസരിച്ച് പദ്ധതി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടെടുത്താൽ ദശാബ്ദങ്ങളായി ഈ പദ്ധതി മുടങ്ങിപ്പോകും. ഈ പദ്ധതി കേരളത്തിന് ഒഴിച്ചുകൂടാത്ത പദ്ധതിയാണ്. കേരളത്തിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനമാണ്. നമുക്ക് നേരത്തെയുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഇത് ഇപ്പോൾ നടപ്പാക്കലാണ് വേണ്ടത്. അങ്ങനെയാണ് LDF സർക്കാർ ആ പദ്ധതി നടപ്പാക്കാനുള്ള പ്രവർത്തനത്തിലേക്ക് കടന്നത്. എന്താ അവസ്ഥ? ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ചെലവ് 8,867 കോടി രൂപയാണ്. ആ 8,867 കോടി രൂപയിൽ നമ്മുടെ സംസ്ഥാനം ചെലവിട്ടത് 5,595 കോടി രൂപയാണ്. 8,867-ൽ 5,595 കോടി രൂപ ആരുടേത്? സംസ്ഥാനത്തിൻ്റേത്. അദാനി പോർട്ട് എന്നാണല്ലോ അതിനെ പറയുന്നത്. അദാനി ഇതേവരെ ചെലവിട്ടത് 2,454 കോടി മാത്രം. അതിൻ്റെ എത്രയോ മടങ്ങാണ് കേരളം ചെലവിട്ടത്. ഇതിലേറ്റവും രസാവഹമായ സംഗതി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചതാണ്. ഒരു VGF അവരനുവദിക്കണം. അതൊരു ഗ്രാൻഡായിട്ടാണ് ഇതേവരെ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി 817 കോടി രൂപ. പക്ഷേ അത് പൂർണ്ണമായും പലിശ സഹിതം വലിയ തുകയായി തിരിച്ചടക്കേണ്ടതാണ് എന്ന വ്യവസ്ഥയാണ് കേന്ദ്ര ഗവൺമെൻറ് വെച്ചത്. ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നപ്പോൾ നിർഭാഗ്യകരമായ ചില സമീപനങ്ങൾ നാം കണ്ടു. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പദ്ധതി യാഥാർത്ഥ്യമാകരുത് എന്ന തരത്തിലുള്ള ഇടപെടൽ. പക്ഷേ പദ്ധതികളുടെ കാര്യത്തിൽ, അവ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം നാടിൻ്റെ പുരോഗതി കണക്കാക്കി സ്വീകരിക്കുന്ന സർക്കാരിന് ആ എതിർപ്പുകൾ വലിയ പ്രശ്നമായി കാണേണ്ടി വന്നില്ല. നല്ല രീതിയിൽ തന്നെ അതിലിടപെടുകയും ആ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി വരാൻ പോകുന്ന വികസനം വൻതോതിലുള്ളതാണ്. നമ്മുടെ ഔട്ടർ റിംഗ് റോഡും അവിടെയുള്ള റെയിൽവേ ലൈനുമെല്ലാം യാഥാർത്ഥ്യമാകുന്നതോടെ തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ തന്നെ, സാധാരണ അതൊരു ശൈലിയിൽ പറയുന്നതാണ്, പക്ഷേ ഇവിടെ അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. വൻ മാറ്റം ഈ തലസ്ഥാന നഗരിക്ക് സംഭവിക്കാൻ പോകുന്നു. ഇവിടെ അടുത്ത പ്രദേശങ്ങളിലെല്ലാം വലിയ മാറ്റം, അതിനനുസരിച്ചുള്ള ഒട്ടേറെ സ്ഥാപനങ്ങൾ എല്ലാം വരാൻ പോവുകയാണ്. നമ്മുടെ നാട് നല്ല രീതിയിൽ പുരോഗതി പ്രാപിക്കുന്നുവെന്നാണ് കാണാൻ നമുക്ക് കഴിയുന്നത്. ഇതാണ് നാടിൻ്റെ പൊതുവായ ചിത്രം. ഇത് ഇവിടെ നിൽക്കുകയല്ല, ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. നാം നേരത്തെ പറഞ്ഞിരുന്നത് സർവതലസ്പർശിയായ വികസനം, സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ വികസനം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രദേശവും വികസനത്തിൻ്റെ സ്പർശമേൽക്കണം. എല്ലാ മനുഷ്യനും വികസനത്തിൻ്റെ സ്വാദനുഭവിക്കണം. നാം ഒന്നുകൂടി കടത്തി പറയുന്നു, അതാണ് നവകേരളം. അത് ലോകത്തെ വികസിത രാഷ്ട്രങ്ങളിൽ, മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജീവിത നിലവാര തോതിലേക്ക് കേരളത്തിൻ്റെ ആകെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ്. നാം അതിലേക്കാണ് പടിപടിയായി മുന്നോട്ട് പോകുന്നത്. ഇത് ഏതെങ്കിലും കാലത്തുണ്ടാകേണ്ട ഒരു സങ്കല്പമായിട്ടല്ല, ഈ വർത്തമാനകാലത്ത് യാഥാർത്ഥ്യമാക്കേണ്ട ഒന്നായിട്ടാണ് നാം കാണുന്നത്. ആ കാര്യത്തിൽ എല്ലാവരും പിന്തുണ നൽകിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടും എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.